ഇന്ന് ചെറിയൊരു യാത്രയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ടൈറ്റ് ഷെഡ്യൂളിനുള്ളിൽ ചെറിയൊരു റിലാക്സിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകുക. 1 മണിക്കൂർ കൊണ്ട് എവിടെ വരെയാണ് വണ്ടി പോകുന്നത് അവിടെ വരെ പോവുക, അതേപോലെ തിരിച്ചു വരിക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. എവിടെയാണ് പോകുക എന്ന് വിചാരിച്ചാൽ പശുക്കടവ് വരെ നമുക്ക് പോകാനായിട്ട് സാധിച്ചു. പശുക്കടവിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു തോടാണെന്ന് തോന്നുന്നു. തോടിന് സൈഡിലായിട്ട് കാണും. അതിലെ കൂടെ ഒരു ചെറിയ നടപ്പാതം. അത് പൊട്ടിപ്പൊളിയാറായിട്ടുണ്ട്, കയറാനൊന്നും പറ്റില്ല. എന്നാലും അടുത്ത് പോയി നിന്ന് അതിൻ്റെ കെട്ടും രീതിയൊക്കെ ഒന്ന് നോക്കി പിന്നെ വീണ്ടും വണ്ടി മുന്നോട്ട് പോകുന്നു. അവസാനം പശുക്കടവിലെത്തും. പശുക്കടവിൽ നിന്ന് റോഡ് 2 സൈഡിലേക്കാണ്, ഇടത്തോട്ടും വലത്തോട്ടും തിരിയുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കാണാം ആ മഴയുടെ ഭയങ്കര സൗണ്ട്. എന്നാൽ ആ മഴ വരുന്ന ദിശയ്ക്ക് പോകാമെന്ന് വെച്ച് അങ്ങോട്ട് സഞ്ചരിച്ചു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാലവും അതിൻ്റെ ചുവട്ടിലായിട്ട് നല്ല അരുവി ആയിട്ട് തോന്നിയത്. അടുത്ത് ചെന്നപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുവിക്ക് തൊട്ട് മുകളിലായി കാണുന്ന പാറ. ആ പാറയുടെ മുകളിൽ ഒരു നല്ല വലിയ പള്ളിയുണ്ട്. എന്ത് ഭംഗിയാണെന്നോ അവിടെ നിന്ന് കാണാൻ. എൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് വയനാടാണ്, മറു സൈഡ് കോഴിക്കോട് ജില്ലയുമാണ്. അതായത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. പള്ളിയിലേക്ക് വരാനാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ കയറി വേണമെങ്കിൽ നമുക്ക് വരാം. പക്ഷേ എന്നാലും വണ്ടി കൊണ്ടു ചെന്ന് പള്ളിയുടെ മുറ്റത്ത് വെക്കുന്ന രീതിയിൽ വഴിയുണ്ട്. നമ്മൾ അതാണ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് മലനിരകൾ വരയ്ക്കുന്നത് അതേമാതിരി എന്ത് ഭംഗിയാണെന്നറിയാമോ അതിനെ കാണാൻ. പള്ളിയും അതുപോലെ തന്നെയാണ്, നല്ല ഭംഗിയാണ് പള്ളി കാണാനായിട്ട്. ഏത് ചർച്ചാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നോക്കി നമ്മുടെ നാട്ടിൽ ഓർത്തഡോക്സ് മർത്തോമ എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ, പക്ഷെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എനിക്കത്ര പരിചിതമല്ലാത്തതായിട്ട് തോന്നി. ഒരു സൈഡിലായിട്ട് നല്ല പാറയിലാണ് ഈ പള്ളീൻ്റെ ഒരു സൈഡ് നിൽക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും താഴേക്ക് നോക്കിയാൽ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ശാന്തസുന്ദരമായിട്ട് പള്ളി. കുറച്ച് നേരം അവിടെ നിന്നു അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. അപ്പോഴത്തേക്കും അടുത്ത മഴയ്ക്കുള്ള കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തിരിച്ചു പോകാം, തിരിച്ചെത്തണമല്ലോ. അങ്ങനെ തിരിച്ച് യാത്രയായി.